പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വനിതാ ഹോസ്റ്റൽ ഇടത്തിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വനിതാ ഹോസ്റ്റലായ ഇടത്തിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. 50 ലക്ഷം നമ്മുടെ ക്ഷീരകർഷകരുടെ സബ്സിഡി എല്ലാം കൂടെ ചേർത്ത് 1 കോടിയുടെ പദ്ധതിയാണ്. ഇപ്പോൾ 10 ലക്ഷം വെച്ചാൽ ഞങ്ങൾ അതുപോലെ പഞ്ചായത്ത് 10 വെച്ചാൽ പിന്നെ ക്ഷീരകർഷകരുടെ കൂടെ എടുത്താൽ ഏകദേശം ഒരു 40 ലക്ഷം രൂപയുടെ പദ്ധതികൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ക്ഷീരമേഖലയിൽ സാധിക്കും. അങ്ങനെ നിരവധി പദ്ധതികൾ, പുതിയ പദ്ധതികൾ കൊണ്ടുവരികയാണ്. അതാണ് ഇവിടെ മറ്റൊന്ന് പറഞ്ഞത്, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അടുത്ത ദിവസം ഒരു ആംബുലൻസ് അനുവദിച്ചു. എറണാകുളം ജില്ലക്ക് 4 ആംബുലൻസ് അനുവദിച്ചപ്പോൾ അതിൽ ഒരെണ്ണം പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിനായിരുന്നു. ഡോക്ടർ വന്നിട്ടുണ്ട്. അതിലൊരു ചെറിയ പ്രശ്നം പറ്റി. അത് ഡോക്ടറിൻ്റെയോ ഡോക്ടർ പേര് കിട്ടുകയും മഞ്ജു ഡോക്ടറിൻ്റെയോ ഒന്നും കിട്ടല്ല. അത് മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ MLA പങ്കെടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ അവിടെ കൊണ്ടുവന്നിടുകയും അവരത് ഉദ്ഘാടനത്തിനുള്ള പരിപാടി പ്ലാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തകർ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരെ കൃത്യസമയത്ത് അറിയിച്ച് ഞാൻ പറയുമ്പോഴാണ് നോട്ടീസ് കാണുന്നത്. നിങ്ങൾ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പേര് വെച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളൊക്കെ ഡോക്ടറൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയും. KS സനീഷ് സ്വാഗതവും സെക്രട്ടറി പ്രതീക്ഷ നന്ദിയും അറിയിച്ചു. കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ്, ചേതമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AS അനിൽകുമാർ, ഷാരോൺ പനക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാന അനൂപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് കുമാർ, മെമ്പർമാരായ സജന സൈമൺ, നിത സ്റ്റാലിൻ, മണി ടീച്ചർ, ആന്റണി കോട്ടയ്ക്കൽ, ജെൻസി തോമസ്, CM രാജഗോപാൽ, AK മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ കുറഞ്ഞ നിരക്കിൽ ഒരു ഇടം എന്നതിനാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. ഇവിടെ തന്നെ 5-6 പേരെല്ലാം മറ്റ് ജില്ലകളിൽ നിന്നുള്ള ജീവനക്കാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്, അല്ല ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്തെല്ലാം അവർക്ക് വേണ്ടി ഒരു താമസിക്കാൻ ഇടം അന്വേഷിക്കുമ്പോൾ വലിയ തുകയാണ് പലപ്പോഴും പല വീടുകളുടെ വാടകയായി ചോദിച്ചിരുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ തൊട്ടടുത്ത് തന്നെ താമസിച്ചുകൊണ്ട് അവർക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കഴിയുക എന്നത് വളരെ അവർക്ക് കൂടുതൽ അവരുടെ ശേഷി ഉപയോഗിക്കാൻ കഴിയും. പലപ്പോഴും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആകുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന തിരക്ക്, തിങ്കളാഴ്ച എത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിൽ നമ്മുടെ ജീവനക്കാർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പറവൂർ. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ 100 രൂപ മുതൽ ഷർട്ടുകൾ, ജീൻസുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ 60 രൂപ, ഷിഫോൺ സാരികൾ 90 രൂപ, പട്യാലകൾ 2 എണ്ണം 100 രൂപ, ഷാളുകൾ 60 രൂപ.